ഇപ്പുറത്ത് ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാം. ആ പ്രവാചകനെ ഈസ അലൈഹിസ്സലാമിനെ അല്ലാഹു തൗറാത്ത് പഠിപ്പിക്കുന്നു. എന്നാൽ ഈ ഈസ അലൈഹിസ്സലാമിന് നൽകുന്ന വേദമായത്, നൽകാനിരിക്കുന്ന വേദമായത് ഇഞ്ചീൽ. ഈ കുഞ്ഞുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അറിയിക്കുന്ന നമുക്ക് പറയാം, ഇഞ്ചീലും പഠിപ്പിക്കും. അപ്പൊ കുഞ്ഞിന്റെ പേര് മസീഹ് അലൈഹിസ്സലാം അറിയാമോ എന്ന് പറഞ്ഞു കൊടുത്ത അതേ അല്ലാഹ് ആ മരങ്ങൾ അറിയിച്ച അതേ വിവരം അതേ കൂട്ടത്തിൽ അറിയുകയാണ്. പ്രവാചകനായ ഈസയും വേദവും, വേദത്തിന്റെ പേര് ഇഞ്ചീൽ. അപ്പൊ ഈ തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കും. അതാണ് പഠിപ്പിക്കുന്ന വേദം. വയുവാനിക്കും കിതാബ്. ഏത് വേദം പഠിപ്പിക്കാൻ പോകുന്നത്? തൗറാത്ത് പഠിപ്പിക്കും, ഇഞ്ചീലും പഠിപ്പിക്കും. വൽഹിക്മ. ആ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വ്യക്തിതലം മുതൽ ഒരു സമൂഹത്തിന്റെ ക്രമം വരെ എന്ന അതിന്റെ പ്രായോഗിക വശം പഠിപ്പിക്കും. അതിൻ്റെതായ അളവിൽ അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിക്കും. മകനായിട്ടല്ല എന്ന് പറയാനാണ് പിന്നീട് റസൂൽ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ കുടുംബത്തെ വേദവും അതിന്റെ പ്രായോഗികതയും പഠിപ്പിക്കുന്നതിന് ഉറപ്പാണ് പ്രവാചകന്മാരെ പഠിപ്പിക്കാറുള്ളതല്ല. ആണല്ലോ, പ്രവാചകന്മാരല്ലാത്ത ഒരാളെ പഠിപ്പിക്കാറ് അല്ലല്ലോ. അവർക്ക് സവിശേഷമായ അറിവ് കിട്ടിയിട്ടുണ്ടാവാം. അതല്ല, അപ്പൊ ഇത് പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പിന്നെയും പ്രവാചകനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ദൈവദൂതനായിട്ടാണ് വരിക. അദ്ദേഹം ദൈവപുത്രനായിട്ടല്ല. അദ്ദേഹം എന്തെല്ലാവരുടെയും പാപം ഏറ്റുവാങ്ങിയിട്ട് മരിച്ചു പോകാനല്ല. അദ്ദേഹം ദൈവദൂതനാണ്, റസൂലൻ. നബിയാണ്. അപ്പൊ നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കണം, നബിയാണ്. ഇനി അബ്ദുല്ലാഹി ആത്താനി കിതാബ വജഅലനി നബിയ. ഞാൻ എന്നെ നബിയെ നിശ്ചയിച്ചു. റസൂലായിട്ടാണ് വരുന്നത്. ഇലാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹത്തിലേക്കുള്ള പ്രവാചകനായി. യാക്കൂബ് അലൈഹി സന്താന പരമ്പരയാണ് ഇസ്രായേൽ വിശദീകരിച്ചത്. അങ്ങനെ റസൂലായിട്ട് നിയോഗിക്കും. ബനി ഇസ്രായേൽ സമുദായത്തിലേക്ക് പറഞ്ഞിട്ട് പിന്നെ നടന്ന കഥകളൊന്നും ഇവിടെ പറയുന്നില്ല. അതാണ് ഖുർആന്റെ ഒരു രീതി. ഖുർആൻ പാടുന്നത് പാടാം. ഖുർആന്റെ ഒരു ഭാഗത്തെ വേറൊരു ഭാഗം വിശദീകരിക്കും, ആ ഭാഗത്തെ ഈ ഭാഗം വിശദീകരിക്കും. തൊട്ടിൽ കിടന്ന് സംസാരിക്കുന്ന ഭാഗം നമ്മളിവിടെ വായിച്ചിട്ട് വിശദീകരണമായിട്ട് അറിയില്ല. അങ്ങനെയാണ് ഖുർആന്റെ രീതി. അപ്പൊ ഇവിടെ പ്രവാചകനായി നിയോഗിക്കുന്ന ശേഷത്തൊക്കെ സംഭവിച്ചു. ഗർഭിണിയായി മറിയം പറഞ്ഞ ഭാഗത്ത് സംഭവിച്ചു. ഗർഭിണിയായി ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതാണ് വിട്ട് ഖുർആന്റെ രീതി അങ്ങനെ. എന്നാൽ റസൂലായ നിയുക്തനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിലേക്ക് ചെല്ലുന്ന ഭാഗങ്ങളായി പറയുന്നത്. ആ രംഗം മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞത് രംഗമാണ് മറിയം പീരീഡ് കാലത്ത്. ഇനി പറയാൻ പോകുന്ന രംഗം അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെല്ലാം മറികടന്ന് ഇപ്പോഴത്തെ ഉമ്മാർമ്മ പറയാം. അപ്പൊ ഇവിടെ നജ്റാന്റെ ക്രൈസ്തവരുമായി സംസാരിക്കുന്ന ഈ ഘട്ടത്തിൽ ബാക്കി കഥകൾ പറയേണ്ടതില്ല. ഇവിടെ അവരും നമ്മളും തമ്മിൽ തർക്ക വിഷയത്തിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ച. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു വിഷയം പറയുമ്പോൾ അത് മാത്രമേ പറയേണ്ടതുള്ളൂ. ബാക്കി എല്ലാം കൂടി പറയുന്നതാണ് അനൗചിത്യമായി. അതൊരു ശൈലിയാണ്. നമ്മുടെ ഖുർആനിൽ പഠിക്കുന്നത്. നമ്മളൊരു വിഷയം പറയാൻ പോകുമ്പോൾ ആ വിഷയമാണ് പറയുന്നത്. ഒരു ഒക്കേഷനിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. അവിടെ എല്ലാം കൂടി പറഞ്ഞിട്ട് ആളാകാൻ നിൽക്കലല്ല. ഇവിടെ നജ്റാനിലെ ക്രൈസ്തവരാണ് അപസംബോധിതർ. അവരെ നമ്മുടെ തർക്ക വിഷയം ഒന്ന്, ഇത് പാപ ഉണ്ടായിട്ടുണ്ടായതാണോ അല്ലേ? മറിയം ബീവിയെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നിത്യകന്യകയായ മറിയം, അതന്നെ. സന്താനം ഉണ്ടായത് പിതാവില്ലാതെയാണ്. ഇത് അല്ലാഹുവിന്റെ പുത്രനാണോ അല്ലേ? പുത്രനല്ല, ദാസനാണ്. പ്രവാചകനാണോ? ദൈവമാണോ? പ്രവാചകനാണോ? ഇത്രയും കാര്യങ്ങൾ പഠിക്കും. ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ പറഞ്ഞു അവരുമായുള്ള തർക്ക വിഷയത്തിന്റെ മർമ്മങ്ങളെല്ലാം വന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയുള്ള ഈ പ്രവാചകൻ വന്നപ്പോൾ നിങ്ങൾ എന്താ സ്വീകരിച്ചത് എന്ന വശം ആ കാലഘട്ടത്തില് ഈസ അലൈഹിസ്സലാം അഭിസംബോധിതരായ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ എതിരാളികളായ യഹൂദ വിഭാഗങ്ങൾ സംസാരിക്കുന്നു. ആ യഹൂദ വിഭാഗം കാണിച്ചു കൂട്ടിയ കാര്യത്തിനാണ് ഇവിടെ പറയുന്നത്. അത് തന്നെയല്ലേ നിങ്ങൾ ക്രൈസ്തവർ ഈ പ്രവാചകനോട് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകൻ ദുഷ്ടാത്മാവായിരുന്നപ്പോൾ നിങ്ങൾ എന്താ സ്വീകരിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന ഈസ അലൈഹിസ്സലാം എന്നപ്പോൾ അവരെന്താ സ്വീകരിച്ചത്? ഇതല്ലേ ചരിത്രം എന്ന് അവരോട് വളരെ കൃത്യമായി, എന്നാൽ നേർക്കുനേരെ പറയേണ്ടതിന് പകരം കാര്യങ്ങളിങ്ങനെ സംഭവമായി ഉദാഹരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാം. ആ
പാകദൈവത്തിന്റെ രൂപത്തിൽ കിട്ടിയ ശേഷം അദ്ദേഹം അവരിലേക്ക് എന്നിട്ട് പറഞ്ഞു, അത് ജീവിതത്തിന്റെ ആയത്തിൽ റബ്ബിക്കും നിങ്ങളുടെ നാഥന്റെ അടുക്കുന്ന ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ ബന്ധിക്കുന്നത്. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന് ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചതാണ്. പ്രവാചകന്മാർക്കുള്ളതാണ്. അതെന്താ? ഞാൻ മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരാം. പക്ഷിയുടെ രൂപം ഉണ്ടാക്കി തരാം. മണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപം ഉണ്ടാക്കി തരാം. എന്നിട്ട് നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ അത് പക്ഷിയായിട്ട് പറവയായിട്ട് പറന്നു പോകും. അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി. എന്റെ കഴിവല്ല, അതാണ് വിഷയം. എന്റെ കഴിവല്ല, അള്ളാഹിന്റെ അനുമതിയോട്. അത് സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ അനുമതിയോട് സംഭവിക്കുന്നതാണ്. ഇതില്ല ആ വർത്തമാന രീതി നോക്കണം. അത്ഭുതങ്ങൾ കാണിച്ചിട്ട് ഞാൻ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്നവനാണ്, അതുകൊണ്ട് ഞാൻ ദൈവമാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ആളുകളാവും, എന്റെ ഫോട്ടോ വരച്ച് നടക്കുവിൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പല പത്ത് കളിക്കുക. ഇങ്ങനെ അത്ഭുതം കാണിച്ചവരാണിപ്പോ അത്യാവശ്യ നിലയില്ല. വായിച്ചിട്ടില്ല. വലിയ മുടിയുള്ള ആളുകൾ ഇപ്പോ എണ്ണിക്കൊണ്ടിരിക്കുക. എന്ത് നിസ്സാരമായ അവസ്ഥയാണ്. അവ അതൊക്കെ പടുപിടിത്ത പെയ്യുന്നില്ല. അത് അള്ളാന്റെ കഴിവ് കൊണ്ട് പ്രവാചകന്മാരുടെ അത്ഭുതമായി സംഭവിക്കുന്ന സമയത്ത് മാത്രം, അല്ലാതെ സംഭവിക്കില്ല. ശരിക്കും നീ പ്രവാചകനാണെങ്കിൽ ഒരു സൂപ്രൈനിലേക്ക് വരട്ടെ. എല്ലാ ഭക്ഷണ വളർത്താറുകളും എനിക്ക് കഴിയില്ല. അള്ളാഹ് സംഭവിക്കും, എനിക്ക് സ്വന്തമായിട്ട് കഴിയില്ല. അതെന്നെ വിഷയം. റസൂൽ എനിക്ക് അദൃശ്യം അറിയില്ല, അല്ലാതെ. അപ്പൊ ഇത് വിഷയമാണ്. അതുകൊണ്ട് ആരെന്ത് കറാമത്ത് അത്ഭുതം കാണിച്ചാലൊന്നും വീഴാൻ പാടില്ല. അങ്ങനെ വീടുണ്ടാകുന്ന ഇസ്ലാമിന് പുറത്താണ്, ഒരു സംശയം വേണ്ട. ഇസ്ലാമിന് അവന് സ്ഥാനമില്ല. അവൻ എത്ര വലിയ ലീഡർ കൊണ്ട് കഴിയുന്നില്ല. വിശ്വാസം ശരിയാണെങ്കിൽ ഇതറിയണം. അപ്പൊ ഇതിനില്ല. അന്നാണ് അനുമതിയോട് കൂടി സംഭവിക്കും. അത് പ്രവാചകന്മാർക്ക് ഉണ്ടാകാം. മഹാന്മാർക്കുള്ള കറാമത്ത് ഉണ്ടോ ഇല്ലേ ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ചർച്ച വ്യക്തിപരമായി താല്പര്യമില്ലാത്ത ഒരാളായി പറഞ്ഞു. ചർച്ച ആകാവുന്നതാണ്, അതിനുണ്ടെങ്കിൽ സമ്മതിക്കും ചെയ്യാം. പക്ഷെ അതെല്ലാം കൊണ്ടുപോയിട്ട് വേറെ ഒരു വിഷയത്തിലേക്ക് ചാർത്തി മുതലെടുക്കുകയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ നമ്മൾ പിൻവാങ്ങണം. കാരണം അത് ഇസ്ലാമിന് കൊടുക്കും. അതിന്റെ വിഷയം ഇസ്ലാമിന് എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് തർക്കമൊന്നുമില്ല. എനിക്കുണ്ടോ എനിക്കില്ല. ശരി, അങ്ങനെയുണ്ടോ നമുക്കൊരുമില്ല ഇല്ലാന്ന് പറയണമെങ്കിൽ ഷേഖുമില്ല, കൂലിക്കാരനുണ്ട്. ആരാണ് റെപ്രസെന്റേഷൻ ആകുന്നത്? എല്ലാ റെപ്രസെന്റേറ്റീവുകളാണ്. അവരുണ്ട്. ഷെയ്ഖിന് അങ്ങനെ ഉണ്ടായി 130 വട്ടം പ്രവാചകൻ സ്വപ്നം. അവ മുടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ പോയിട്ട് തെരഞ്ഞെടുപ്പ് വാങ്ങിയതാണ്. എന്ന് 130 വട്ടം കണ്ടത് ഒരേ ആളെ തന്നെയാണ്. നമുക്കറിയില്ല. 130 വട്ടം കണ്ടത് റസൂലുള്ളയാണെങ്കിൽ റസൂലുള്ളയെ സ്വപ്നം കാണാൻ അവിടെ ഇവിടെ കിടക്കുന്ന മുടിയെ കുറിച്ച് പറയാൻ ഇത്രയും കാലം വരെ വൈകേണ്ട കാര്യം. നേരത്തെ റസൂലുള്ളയുമായി ഒരുപാട് പരിചയമുള്ള ആൾക്കാർ ന്യായമായ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. കാരണം പരിചയമില്ലാത്ത സ്വപ്നങ്ങളാണ്. ഞാനെന്റെ ഭാര്യയും ജീവിച്ചുകൊണ്ടിരിക്കെ ഞാൻ മരിച്ചെങ്കിൽ അവരും മരിച്ചു. നമ്മളവരങ്ങനെ കൊണ്ടിരിക്കുമല്ലോ, തിരിച്ചു. അങ്ങനെയൊക്കെ പരിചയമല്ല. നമ്മുടെ നേതാവിനെ പരിചയമെടുക്കുക അയാളുടെ സ്വപ്നം കാണുന്നു വിചാരിച്ചിരുന്നാൽ. തിരുനെക്കെ സ്വപ്നം കണ്ടതുകൊണ്ട് വലിയ വർത്താനം പറഞ്ഞ ആൾക്കാർ വരും. അത് റസൂലുള്ളയാണെന്ന് അറിയാൻ എന്താ ഈ കണ്ടത് റസൂലുള്ളയാണ്. 110 കണ്ടത് പുതിയ കുറിച്ച് ഉറപ്പാപ്പിശാലിനെ കണ്ടത്. ശൈത്താനെ കുറിച്ച് പറയുള്ളൂ. മുടിയെ കുറിച്ചൊക്കെ ഉറപ്പല്ലേ? അത് ശൈത്താൻ തന്നെ. ഇബ്ലീസ് അവൻ കാലഘട്ടത്തിൽ മനുഷ്യരെ രക്ഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് എന്താ പറയാ. അപ്പോ അതിനൊക്കെ വിഷയങ്ങൾ അങ്ങനെയൊന്നും പിന്നാലെ പോകാൻ പറ്റില്ല. പോരാക്കും. അപ്പൊ അവിടെ എത്തേണ്ടത് ശൈഖൻ നിങ്ങളുണ്ടോ ഉണ്ടെന്ന് മുമ്പ് പറയുകയാണെങ്കിൽ ഉണ്ടെന്ന് പറയട്ടെ. അപ്പൊ നമുക്ക് വിശകലനം ചെയ്യാം.
ഉണ്ടെന്ന് മുമ്പിൽ ഉണ്ടാകുന്നത് മറ്റവൻ കൂലിക്കാരെ പറയാം, എന്നിട്ട് കൊണ്ടുപോവുകയാണ് അടുത്ത വഴിയിലേക്ക്. അത് സമ്മതിക്കാൻ പറ്റും. അതിനെ ചെവി കൊടുക്കുന്നിടത്ത്, അതിനെ സമ്മതിക്കുന്ന മാനസികത വരുന്നിടത്ത് ഇസ്ലാം പൊടിഞ്ഞു, അവന്റെ ഇസ്ലാം പൊടിഞ്ഞു. ഇല്ല, ഇത് എന്റെ കഴിവല്ല. അള്ള ഞാൻ പ്രവാചകനെന്ന് എനിക്ക് തെളിവാണ്. അതുകൊണ്ട് ഞാൻ മണ്ണുകൊണ്ടുണ്ടാക്കി തരാം. ഞാൻ ഊതാം, ഊതിയിട്ടോ അത് പക്ഷിയായിട്ട് മാറും. അള്ളാന്റെ അനുമതിയാണ്. ഞാൻ സുഖപ്പെടുത്തി തരാം. അല്ലാഹുമ ജന്മനാ അന്ധനായവനെ, ജന്മനാ കുരുടനായവനെ ഞാൻ കാണിച്ചു തരാം. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തി തരാം. ശരീരത്തെ ജീവിപ്പിക്കാം. മരിച്ചത് ജീവിപ്പിക്കാന്നല്ല, മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡി ഞാൻ ജീവിപ്പിച്ച് കാണിച്ചു തരാം. പീരില്ല, അതൊക്കെ എന്റെ കഴിവല്ല, അള്ളാന്റെ കഴിവ്. അള്ള നിങ്ങൾക്ക് ഞാൻ പ്രവാചകനാണെന്ന് സത്യപ്പെടുത്താൻ ഇതാ ദൃഷ്ടാന്തമാണ്. അപ്പൊ ഇത് വായിക്കുമ്പോൾ എല്ലാ വെള്ളപ്പാണ്ടരും സുഖപ്പെടുത്തി, എല്ലാ കണ്ണുവട്ടന്മാരും കണ്ടിട്ടവരായി, എല്ലാവരും ചെറിയ ജീവിച്ചെന്നല്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അത് ആ സമയത്ത് അവരെ വിളിച്ചു കൂട്ടി അള്ള ഒരു നിർദ്ദേശപ്രകാരം അത്ഭുതം കാണിച്ചു. വിശ്വസിക്കുന്നവർ വിശ്വസിക്കാൻ. നിങ്ങൾ എന്ത് കഴിക്കും ഞാൻ പറയാം. നിങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു കഴിച്ചാൽ മതി. ഞാനും എന്താ കഴിക്കുന്നത് അറിയില്ല, നിങ്ങൾ എനിക്കും അറിയില്ല. പക്ഷെ നിങ്ങൾ കഴിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരുപാട് ബാലൻസ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ പലരും ഫാമിലി, നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയുണ്ട്, നിങ്ങളുടെ എന്താ പറയാ ഒരു സെൽഫുണ്ട്, ലോക്കറിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. സ്വിസ് ബാങ്കിൽ എത്ര കിടക്കുന്നു പറഞ്ഞു തരാം. നമ്മൾ ഭരണാധികാരികളെ പറയാൻ പറ്റും, എനിക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് എന്നതുപോലെ. നിങ്ങൾ എന്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നും ഞാൻ പറഞ്ഞു തരാം. അഥവാ നിങ്ങളുടെ സ്വകാര്യതകൾ, നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. അതെല്ലാം ചെയ്യുന്നില്ല, അതാണ് കൂടിയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്താണ് സൂക്ഷിച്ചു വെച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിലെല്ലാം നിശ്ചയം ഉണ്ട്. ആയത്തൻ, ദൃഷ്ടാന്തം, തെളിവ്, അടയാളം, മതിയായ സാക്ഷ്യം ലഭിക്കും നിങ്ങൾക്ക്. നിങ്ങൾക്ക് പടച്ചവരിൽ വിശ്വാസമുണ്ടെങ്കിൽ മതിയായ ദൃഷ്ടാന്തം ഞാൻ പ്രവാചകന്മാരുടെ പ്രവാചകത്തെ തെളിയിക്കാൻ അതാത് കാലഘട്ടത്തിന്റെ അവസ്ഥക്കനുസരിച്ച് അമാനുഷ ദൃഷ്ടാന്തങ്ങൾ ആ നിലത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. ഞാൻ കളിമണ്ണ് കൊണ്ട് പറവയുണ്ടാക്കി ഊതി പറത്തി കാണിച്ചു തരാം. ഞാൻ കുരുടനെ, ജന്മനാ കുരുടനായവനെ കണ്ടു കാണിച്ചു തരാം. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്താം. മരിച്ചു കിടക്കുന്നവരെ ജീവിപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച നിങ്ങളുടെ സ്വത്തുക്കളെ കുറിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇതൊന്നും എന്നെ കഴിക്കില്ല, ഇതില്ല. അള്ളാഹുടെ അനുമതിയോടെ മാത്രം എനിക്കറിയുന്ന കാര്യമാണ്. അള്ളാഹ് അറിയിച്ചു തരുമ്പോഴും അള്ളാഹ് ഇടപെട്ട് ചെയ്യുമ്പോഴും മാത്രം. അതുകൊണ്ട് ഞാൻ പ്രവാചകൻ തെളിവാണ്. നിങ്ങൾക്ക് മതിയായ ദൃഷ്ടാന്തമുണ്ട്. നിങ്ങളെന്നെ പ്രവാചകനായി അംഗീകരിക്കുകയും എന്ന് പറഞ്ഞിട്ടായി പ്രവാചകനുള്ളത്. അല്ലാതെ ഒരിക്കലും പുത്രനാണെന്ന് പറഞ്ഞിട്ടല്ല, ദൈവമാണെന്ന് പറഞ്ഞിട്ടല്ല, പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടാണ്. പ്രവാചകന്മാർക്ക് അള്ളാഹ് അമാനുഷ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാമക്ക് വഴി കൊടുത്ത കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? അതുപോലെ അതിൽപ്പെട്ടതാണ് ഇത്. അത്രയേ ഉള്ളൂ. എന്നാൽ പറവുണ്ടാക്കി, ഒരുപാട് പറവുണ്ടാക്കി പറത്തിയിട്ട് അങ്ങനെ കടിച്ചു പോയില്ല. ഒരുപാട് കുരുടന്മാർ കണ്ണു നൽകിയോ? അങ്ങനെയില്ല. അള്ളാഹ് ഇടപെടുന്ന സമയത്ത് സംഭവിച്ചു. അത് ദൃഷ്ടാന്തമായി സംഭവിച്ചതാണ്. ദൈവമല്ല പറയുന്നിടത്തൊക്കെ ഇതെന്റെ കഴിവാണ്, ഞാൻ ദൈവമാണെന്നല്ല. ഇതില്ല, ഇത് അള്ളാന്റെ കഴിവ് കൊണ്ടാണ്, അള്ളാന്റെ കഴിവ് കൊണ്ടാണ്, അള്ളാന്റെ കഴിവ് കൊണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെയാണ് ഈസാ അലൈഹിസ്സലാം അവരെയും നമ്മെയും കാലഘട്ടത്തിൽ പഠിപ്പിക്കുകയാണ്. വിശദീകരണത്തിന് സമയം 10 മിനിറ്റോളം. സഹോദരന്മാരെ ശ്രദ്ധിക്കേണ്ടത് ഈ പഠനത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നേരെ ചുവ പഠിച്ചിട്ട് നമ്മളുമായി ബന്ധമുള്ള ആളുകളുമായി ആക്രമണം